ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. ക്രിപ്റ്റോ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് L1കളും ഓരോ L1ലും ഒരുപാട് കോയിൻസും വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും റീറ്റെയിലേഴ്സായ നമ്മളെപ്പോലുള്ളവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഒരു ചെയിനിൽ നിന്ന് മറ്റൊരു ചെയിനിലേക്ക് എങ്ങനെ ഒരു ടോക്കൺ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് ബേസിക്കലി USDT നമ്മുടെ അടുത്തുണ്ടെങ്കിൽ എങ്ങനെ ഒരു ചെയിനിൽ നിന്ന് മറ്റൊരു ചെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത്. അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഹൈപ്പർസ്വാപ്പ് AI എന്നുള്ള ടോക്കൺ. അതിൻ്റെ ടിക്കർ HYLX എന്നാണ്. അത് മാത്രമല്ല, ഇത് വളരെ സ്മോൾ ആയിട്ടുള്ളൊരു ടോക്കൺ ആയതുകൊണ്ടും ഇത് ബിലീവ് എക്കോസിസ്റ്റത്തിലെ ICM V2 എന്നുള്ള നരേറ്റീവിൻ്റെ ഭാഗമായതുകൊണ്ടും ഇതിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഇവരുടെ ബാക്കി പ്രൊഡക്റ്റുകൾ, ഈ ടോക്കണിന് വാല്യൂ അപ്രിസിയേഷൻ വരാൻ കാരണമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിനാൻ. നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇവരുടെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് ക്രോസ് ചെയിൻ സ്വാപ്പിംഗ് എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു വാലറ്റിലിരിക്കുന്ന USDT ഒരു ചെയിനിൽ നിന്ന് മറ്റൊരു ചെയിനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിൽ പലരും ചിലപ്പോൾ അതൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് അയച്ച ശേഷം ചെയിൻ മാറ്റി ആയിരിക്കും തിരിച്ചയക്കുക. ഓരോരുത്തരും ഓരോ ടെക്നിക്കാണ് ഉപയോഗിക്കുക. അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഹൈപ്പർസ്വാപ്പ് AI എന്നുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് 70ലധികം L1 ലെയറുകളെ കണക്ട് ചെയ്തിട്ട് ഒരു ചെയിനിൽ നിന്ന് വേറൊരു ചെയിനിലേക്ക് നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ക്രോസ് ചെയിൻ സ്വാപ്പിംഗ് എന്നാണ് ഇതിനെ പറയുക. വേറെ പലതരത്തിലുള്ള ബ്രിഡ്ജുകൾ ഉണ്ടെങ്കിലും ഇവരെ വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ ബാക്ക് ഒരു AI ലെയർ ഉണ്ട്. എന്താണ് ആ AI ലെയർ ചെയ്യുന്നത്? ബേസിക്കലി ഓരോ L1ലുമുള്ള ഓരോ ഡെക്സുകളും സ്കാൻ ചെയ്തിട്ട് എവിടെയാണ് ഏറ്റവും അധികം ലിക്വിഡിറ്റി ഉള്ളത്, ഏത് റൂട്ടിലൂടെ സ്വാപ്പ് ചെയ്താലാണ് ഏറ്റവും അധികം റിട്ടേൺസ് ആൾക്കാർക്ക് കിട്ടുന്നത്, പിന്നെ ഏത് റൂട്ടിലാണ് ഏറ്റവും ഫീസ് കുറവ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ആൾക്കാർക്ക് മാക്സിമം റിട്ടേൺസും ഫീയും വളരെ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഹൈപ്പർസ്വാപ്പ് AI എന്ന് പറയുന്നത്. ക്രോസ് ചെയിൻ സ്വാപ്പിംഗ് എന്നുള്ളത് ഇവരുടെ പ്രധാന പ്രൊഡക്റ്റ് ആണെങ്കിലും ഇവരുടെ എക്കോസിസ്റ്റത്തിനെ വളർത്തുന്ന മറ്റ് 2 പ്രൊഡക്റ്റുകളും കൂടി അവർക്കുണ്ട്. ഒന്ന്, ഓൺ റാമ്പർ എന്നുള്ള ഒരു ആപ്ലിക്കേഷനുമായി ടൈഡപ്പ് ആയിട്ട് ഓൺ റാമ്പ് ഓഫ് റാമ്പ് ഫീച്ചർ ഇവർ കൊടുക്കുന്നുണ്ട്. എന്താണ് ഓൺ റാമ്പിംഗ് അല്ലെങ്കിൽ ഓഫ് റാമ്പിംഗ്? അതായത് നമ്മുടെ കയ്യിലുള്ള റിയൽ വേൾഡ് കറൻസിയെ ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിലത്തെ സ്റ്റേബിൾ കോയിൻസ് ആയ USDTയോ USDCയോ ആക്കി മാറ്റുന്നതിനെയാണ് ഓൺ റാമ്പിംഗ് അല്ലെങ്കിൽ ഓഫ് റാമ്പിംഗ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി അവർ പാർട്ട്ണറായി വർക്ക് ചെയ്യുന്നത് ഓൺ റാമ്പർ എന്നുള്ള വേറൊരു കമ്പനിയുടെയാണ്. ഇതാണ് അവരുടെ മറ്റൊരു പ്രൊഡക്റ്റ്. അങ്ങനെ ഓൺ റാമ്പർ എന്നുള്ള പ്രൊഡക്റ്റ് കൂടാതെ ഇവരുടെ മറ്റൊരു പ്രൊഡക്റ്റാണ് പെർപെച്വൽ ഡെക്സ് എന്നുള്ളത്. അതായത് ബിനാൻസിൻ്റെ ആസ്റ്റർ ഇറങ്ങിയ ശേഷം പെർപെച്വൽ ഡെക്സുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതേ നെറേറ്റീവിലേക്ക് വരുന്ന പുതിയൊരു പ്രൊജക്റ്റും കൂടിയാണ് ഹൈപ്പർസ്വാപ്പ് AI എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു എക്കോ സിസ്റ്റമാണ്. അതായത് USD ബ്ലോക്ക് ചെയിനിലേക്ക് കയറ്റാനുള്ള USDT ഓൺ റാമ്പർ എന്നുള്ളത് ഒരു പ്രൊഡക്റ്റ്, ഏത് ചെയിനിലേക്കും ഫണ്ട് ഇഷ്ടം പോലെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ക്രോസ് ചെയിൻ സ്വാപ്പിംഗ് എന്നുള്ളത് വേറൊരു പ്രൊഡക്റ്റ്, ഇത് കൂടാതെ പെർപെച്വൽ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നതിനുള്ള പെർപ് ഡെക്സ് എന്നുള്ളത് മറ്റൊരു പ്രൊഡക്റ്റ്. ഇനിയാണ് ഇതിൻ്റെ ടോക്കണിലേക്ക് വരുന്നത്. ഈ 3 സർവീസും ഉപയോഗിക്കുന്നതിന് അവർ ഫീസായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള HYLX എന്നുള്ള ടോക്കണാണ്. അത് തന്നെ ആ ടോക്കണിൻ്റെ ഡിമാൻഡ് കൂട്ടുന്നതിനുള്ള ഒരു ഫാക്ടറാണ്. ഇനി ഇതിലും ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു കാര്യം അവരുടെ സ്റ്റേക്കിംഗ് ആൻഡ് ഈൽഡിംഗ് എന്നുള്ള ഫീച്ചറാണ്. എന്താണത്? ബേസിക്കലി ഇവർ ജനറേറ്റ് ചെയ്യുന്ന ഫീസ് ഓരോ പ്രാവശ്യവും $10,000 കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ 20% അവർ HYLX ടോക്കൺ മാർക്കറ്റ് ബൈ ചെയ്ത് ബേൺ ചെയ്യുന്നു. സോ ചുരുക്കി പറഞ്ഞാൽ ടോക്കണിൻ്റെ സപ്ലൈ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ക്രിയേറ്റ് ആൻ ആർട്ടിഫിഷ്യൽ ഡിമാൻഡ്. ഇത് കൂടാതെ സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് HYLX എന്നുള്ള ടോക്കൺ സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് എന്താണ് ബെനിഫിറ്റ്? അവിടെയാണ് ഇവരുടെ ഫീസിൻ്റെ 10% അവർ അലോക്കേറ്റ് ചെയ്യുന്നത്. 10,000 rupees ഈ പ്രോട്ടോക്കോൾ ഈ 3 ആപ്ലിക്കേഷൻസിൽ നിന്നും കൂടി കളക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 10%, അതായത് 1,000 rupees സ്റ്റേക്കേഴ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ അനുസരിച്ച് ഒരു പെർസെൻറ്റേജ് നമുക്ക് റവന്യൂ ആയിട്ടും കിട്ടും. അതായത് ഒരു പാസീവ് ഇൻകം ജനറേഷൻ മെത്തേഡ് എന്നുള്ള രീതിക്കും കൂടി നമുക്ക് ഈ HYLX ടോക്കണിനെ ഉപയോഗിക്കാം. ഇവരുടെ ഒരു നെക്സ്റ്റ് മൈൽ സ്റ്റോൺ എന്നുള്ള രീതിക്ക് ഏജൻറ്റ് ടു ഏജൻറ്റ് പേയ്മെൻറ്റും മൈക്രോ പേയ്മെൻറ്റ്സും ഇവർ എനേബിൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രൊജക്റ്റ് ഒരു എക്കോ സിസ്റ്റമായി ഡെവലപ്പ് ചെയ്യുകയും അതിൻ്റെ ടോക്കൺ എല്ലാ പ്രൊഡക്റ്റിനെയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മോർ ഓവർ ഇതൊരു മൈക്രോ ക്യാപ്പാണ്, നിയർലി 1 million ആണ് M ക്യാപ്പ്. അതുകൊണ്ട് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്.
നല്ല കിടിലൻ വാല്യൂ പ്രൊപ്പോസിഷനുള്ള ഒരു മൈക്രോ ക്യാപ് കോയിൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നും നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ഈ പുതിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മോർ ഓവർ ക്രിപ്റ്റോയിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് അയച്ചു കൊടുക്കുകയും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്, ഫെബിൻ ആൻഡ്രൂസ്.